ആൻഡ്രൂ, യെസ് സർ. ഞാൻ നിനക്ക് ഒരു നമ്പർ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് ഉടനെ ട്രേസ് ചെയ്യണം, പെട്ടെന്ന്. സർ, സാർ തന്ന നമ്പർ ഞാൻ ട്രേസ് ചെയ്തു. അത് മരിച്ചുപോയ അരവിന്ദൻ കർത്തയുടെയാണ്. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് സർ. പക്ഷേ ഫൈനൽ ലൊക്കേഷൻ മംഗളവനത്തിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് സർ. അല്ലേട്ടാ, അല്ലേട്ടാ, അല്ലേട്ടാ. അടുത്ത ഷോട്ട് കാണിച്ചേ. മൊത്തം എത്ര ഷോട്ട് എടുത്തിട്ടുണ്ട്? 5-6 എടുത്ത് തരാം സാറേ. ഇത് വെഡിങ്ങിന്റെ ഷൂട്ടാണ്. അടുത്ത എന്താ സംഭവം ഇത്? സൂം ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സാർ. ചെയ്ത് പ്ലേ പ്ലേ. ഇതെനിക്കൊന്നും എൻ്റെ മൊബൈലിലേക്കൊന്ന് എയർ ഡ്രോപ്പ് ചെയ്ത്. യെസ് സർ. ആൻഡ്രൂ, ACP അനിലിനെ അവരിപ്പോൾ പൊക്കി. ഞാൻ നിനക്കൊരു വീഡിയോ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ കാണുന്ന വാൻ നീ ട്രേസ് ചെയ്യണം. ഐ തിങ്ക് ഇറ്റ്സ് ദം. ഓക്കെ, ഐ ആം ചെക്കിംഗ് റൈറ്റ് നൗ സർ. സർ, വീഡിയോയുടെ റെസൊല്യൂഷൻ വളരെ കുറവാണ്. പിന്നെ ഏരിയൽ ഷോട്ട് അല്ലേ, മരങ്ങളൊക്കെ ആയത് കാരണം ഐ തിങ്ക് വി ലോസ്റ്റ് ഹിം. ആൻഡ്രൂ സർ, നമ്മുടെ ട്രാഫിക് ക്യാമറസ് ഒക്കെ റൺ ചെയ്ത പ്രോഗ്രാം ഇല്ലേ, അതിന്റെ ഫൈനൽ എത്തിയിട്ടുണ്ട്. 4ാമത്തെ ആളായ ശരത്ചന്ദ്രന്റെ ചെക്കിംഗ് വീഡിയോ നോക്കുമ്പോൾ ഈ വാനിൽ പെട്ടിട്ടുണ്ട് സർ. ഹാംഷെഡ് എന്നാണ് അതിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. അത് കോർപ്പറേഷൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി ഇപ്പോൾ അറിയാം. സർ, ഇത് അരവിന്ദൻ കർത്ത എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഈ കമ്പനി. ഔട്ടർ സിറ്റിയിലാണ് പുള്ളിയുടെ ലൊക്കേഷൻ. I'll send you the location right now. ഓക്കെ ഓക്കെ, ഡു ഇറ്റ്. കിട്ടി മോനെ. എടാ അനിലേ, നിന്നെ ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ച എന്തിനാണെന്നറിയോ? നിന്റെ മരണം എനിക്ക് ശരിക്കൊന്ന് ആസ്വദിക്കണം. കാരണം ഫാദർ ബെന്നറ്റിനേക്കാൾ പക എനിക്ക് നിന്നോടാണ്. നിന്റെ കാര്യത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ശവസംസ്കാരം ഉണ്ടാവില്ല. ആകാശത്തേക്കുള്ള ആചാരവെടിയും പുകയുണ്ടാവില്ല. നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയുള്ള പൊതുദർശനവും കാണില്ല. ഇതായിരിക്കും ആ വണ്ടി. പുറത്ത് വിശന്ന് കിടന്ന് കറിയുന്ന ആ പന്നികളില്ലേ, അവറ്റകൾക്ക് 2 ദിവസമായി ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ട്. എൻ്റെ ദേഷ്യം തീരും വരെ കുത്തിപ്പറിച്ചിട്ട് ഞാൻ നിന്നെ അവർക്ക് തിന്നാൻ കൊടുത്തു.
ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. എനിക്കറിയാം എല്ലാം. പ്ലീസ് സ്റ്റോപ്പ് ദിസ് മാഡ്നസ്. നിങ്ങളുടെ ഫാമിലിക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. ആൻഡ് കേരളത്തെ പിടിച്ചുകുലുക്കിയ നീതിദേവത തുടർ കൊലപാതക കേസിന് വിരാമമായി. ഇന്നലെ പാതിരാത്രിയോടെ അറസ്റ്റിലായ പ്രതിയെ അപ്പോൾ തന്നെ പോലീസ് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 2 ദിവസത്തെ റിമാൻഡിൽ വാങ്ങി. അമേരിക്കൻ മലയാളി അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ് ആണ് കൊലയാളി. പ്രാരംഭഘട്ട ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രതിയെ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡി വാങ്ങുന്നതാണ്. സാർ കില്ലെന്ന മോട്ടീവിനെ കുറിച്ച് എന്തെങ്കിലും? It's too early to comment on it. Okay? Fatima. Hi. Sanskriti, how are you? I am fine, thank you. Anwar, are you okay? കുഴപ്പമില്ല. ഫാത്തിമ, ഒരു 2 minutes. ഒരു ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനുണ്ട്. Yeah, sure. വാ. എടോ അൻവർ, അന്ന് അച്ഛന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അത് പിന്നെ പോലീസാവുമ്പോൾ ചില രാഷ്ട്രീയക്കാർക്കും പ്രമാണിമാർക്കൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യില്ലേ? ഇതും അത്രേ ഉള്ളൂ. താൻ വിട്ടുകളാ. പിന്നെ ഈ കാര്യം പുറത്തറിയാവുന്നത് എനിക്കും തനിക്കും മാത്രമാണ്. ബെഞ്ചമിൻ അവൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഇനിയൊന്നും പറയാനും പോണില്ല. തനിക്ക് തോന്നുന്നുണ്ടോ അവനിനി പുറം ലോകം കാണുമെന്ന്? കുറെ പോലീസുകാരെയും കുത്തിക്കീറി കൊന്നിട്ട്. ബെഞ്ചമിന്റെ കുടുംബം തകർത്ത് അയാൾക്ക് ഡിപ്പാർട്ട്മെന്റിനോട് ഒരിക്കലും മറക്കാനാവാത്ത പക നിങ്ങളുണ്ടാക്കിയതുകൊണ്ടാണ് നിരപരാധികളായ പോലീസുകാർ കൊല്ലപ്പെട്ടത്. താൻ ഈ കേസിന്റെ റൈറ്റ് ആൻഡ് റോങ് ഒക്കെ പിടിച്ചിരിക്കാൻ പോവുകയാണോ? അല്ലെങ്കിൽ കൊച്ചി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമനന്റ് ക്രിമിനോളജിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണോ?